എയിംസ് PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയൻസിലെ ഫിസിക്സ് എന്ന സബ്ജക്റ്റിലെ താപം എന്ന പോർഷനാണ് എടുക്കുന്നത്. താപം എന്താണ്? താപം താപം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന് പറഞ്ഞ പേരാണ് താപം. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജം മീൻസ് ഗതികോർജം, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകൾ ചലിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയാം? അതിൽ താപം ഉണ്ടെന്ന് പറയാം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകൾ ചലിക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടെന്ന് പറയാം? താപം ഉണ്ടെന്ന് പറയാം. ഇല്ലെങ്കിൽ അതിൽ താപം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തന്മാത്രകളും ചലിക്കുന്നില്ല. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് അതിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം പൂർണ്ണമായും നിലക്കുന്ന ആ ഊഷ്മാവിന് പറഞ്ഞ പേരാണ് ആബ്സല്യൂട്ട് സീറോ. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം പൂർണ്ണമായും നിലക്കുന്ന ഊഷ്മാവിന് പറഞ്ഞ പേരാണ് ആബ്സല്യൂട്ട് സീറോ. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് സീറോ. ശ്രദ്ധിക്കുക, താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. ശ്രദ്ധിക്കുക, താപം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന് പറഞ്ഞ പേരാണ് താപം. അതായത് മോളിക്യൂൾസ് ചലിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയാം? അതിൽ താപം ഉണ്ടെന്ന് പറയാം. ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ പേരാണ് ആബ്സല്യൂട്ട് സീറോ എന്ന് വെച്ചാൽ കേവല പൂജ്യം. ഒരു മോളിക്യൂൾസും ചലിക്കില്ല. ആ ഊഷ്മാവിന് പറഞ്ഞ പേരാണ് ആബ്സല്യൂട്ട് സീറോ. എത്രയാണെന്ന് വെച്ചാൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് പറയാം. ആബ്സല്യൂട്ട് സീറോ എത്രയാണെന്ന് ചോദിച്ചാൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. താപം ഊർജമാണെന്ന് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. അദ്ദേഹത്തിനുള്ള ബഹുമാനാർത്ഥം കൊടുത്താണ് ജൂൾ. താപത്തിന്റെ SI യൂണിറ്റും എന്താണ്? ജൂളാണ്. താപത്തിന്റെ SI യൂണിറ്റ് സിസ്റ്റം ഇന്റർനാഷണൽ ജൂളാണ്. താപത്തിന്റെ പ്രീവിയസ് അല്ലെങ്കിൽ CGS യൂണിറ്റ് ആണ് കലോറി. താപത്തിന്റെ CGS യൂണിറ്റ് ആണ് കലോറി. CGS എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. ദാറ്റ് ഇസ് പ്രീവിയസ് യൂണിറ്റ്. അപ്പോൾ CGS യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കലോറിയാണ്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ഒരു കലോറി എത്രയാണ്? 4.2 ജൂളാണ് ഒരു കലോറി. 4.2 ജൂളാണ് ഒരു കലോറി. നോക്കുക, ഒരു കലോറി എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് 1 കലോറി. 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് 1 കലോറി എന്ന് പറഞ്ഞു. ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 4.2 ജൂളാണ്. കലോറി എന്ന് പറഞ്ഞാൽ താപത്തിന്റെ CGS യൂണിറ്റ് ആണ് കലോറി. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. താപം അളക്കുന്ന ഉപകരണം കലോറി മീറ്റർ. മാറരുത്. താപം അളക്കുന്ന ഉപകരണമാണ് കലോറി മീറ്റർ. അപ്പോൾ താപത്തെക്കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമ്മൾ സാധാരണ പറഞ്ഞു താപം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജമാണ്. അതായത് തന്മാത്രകൾ ചലിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയാം? അതിൽ താപം ഉണ്ടെന്ന് പറയാം. ചലിക്കുന്നില്ലെങ്കിൽ ആ ഊഷ്മാവിന് പറയുന്നതാണ് ആബ്സല്യൂട്ട് സീറോ. ചലിക്കുന്നില്ല എന്ത് പറയാം? അത് ആബ്സല്യൂട്ട് സീറോ ആണെന്ന് പറയാം. കേവല പൂജ്യമാണ് എന്ന് വെച്ചാൽ എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേവല പൂജ്യം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് സീറോ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്.
വളരെ കുറഞ്ഞ ഊഷ്മാവാണ്. അതുപോലെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആബ്സൊല്യൂട്ട് സീറോ, താപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കെൽവിൻ 0 ആണ്. അത് പറയും കെൽവിൻ 0 ആണ് ആബ്സൊല്യൂട്ട് സീറോ. മീൻസ് കെൽവിൻ 0 മീൻസ് -273.15. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റൻ ആണ്. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ്. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ്. താപത്തിന്റെ യൂണിറ്റ് ആണ് ജൂൾ. താപത്തിന്റെ യൂണിറ്റ് ആണ് ജൂൾ. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയ സയന്റിസ്റ്റാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. അദ്ദേഹത്തിലുള്ള ബഹുമാനാർത്ഥമാണ് ജൂൾ എന്ന് കൊടുത്തത്. SI യൂണിറ്റ് ആണ്, സിസ്റ്റം ഇന്റർനാഷണൽ. ഇപ്പോൾ നടക്കുന്നത് SI യൂണിറ്റ് ആണ്. CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പ്രീവിയസ് യൂണിറ്റ്. താപത്തിന്റെ CGS യൂണിറ്റ് ആണ് കലോറി. താപത്തിന്റെ CGS യൂണിറ്റ് ആണ് കലോറി. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒരു കലോറി എത്ര ജൂളാണ്? 4.2 ജൂളാണ് ഒരു കലോറി. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ്, മീൻസ് ഒരു ഡ്രോപ്പ് എടുത്താൽ 1 ഗ്രാം അല്ലെ. 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് 1 കലോറി. താപം അളക്കുന്ന ഉപകരണമാണ് കലോറിമീറ്റർ. മാറരുത്, തെർമോമീറ്റർ ഊഷ്മാവാണ്, ഊഷ്മാവ് വേറെയാണ്, അത് പറയാം. അപ്പോൾ താപം അളക്കുന്ന ഉപകരണമാണ് കലോറിമീറ്റർ. അപ്പോ എന്താണ് ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ? ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, താപനില. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന താപത്തിന്റെ നില പറഞ്ഞ പേരാണ് ഊഷ്മാവ്. താപനിലക്ക് പറഞ്ഞ പേരാണ് ഊഷ്മാവ്. ആവറേജ് കൈനറ്റിക് എനർജി എന്നൊക്കെ പറയും. അതിന്റെ ശരാശരി ഗതികോർജ്ജം എത്രയാണെന്ന് നോക്കും, ഏകദേശം എത്ര അളവുണ്ട്, അതിന് പറഞ്ഞ പേരാണ് ഊഷ്മാവ് അല്ലെങ്കിൽ താപനില. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, താപനിലയുടെ യൂണിറ്റ് ഏതാണ്? യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ യൂണിറ്റ് ആണ് കെൽവിൻ. ടെമ്പറേച്ചർ യൂണിറ്റ് ആണ് കെൽവിൻ. താപനില എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന താപത്തിന്റെ അളവ്, അതിന് പറഞ്ഞ പേരാണ് താപനില അല്ലെങ്കിൽ ഊഷ്മാവ്. ഊഷ്മാവിന്റെ യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുന്നത്. ഊഷ്മാവിന്റെ യൂണിറ്റ് ആണ് കെൽവിൻ. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. മെർക്കുറി തെർമോമീറ്റർ, അതുപോലെ ആൽക്കഹോൾ തെർമോമീറ്റർ. മെർക്കുറി തെർമോമീറ്റർ അതുപോലെ ആൽക്കഹോൾ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റ്. നോക്കുക, അറ്റോമിക് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് നീൽസ് ബോർ. കേട്ടിട്ടുണ്ടാവും, ബോർ. ആട്ടത്തിന്റെ ഷെൽ മോഡൽ ഏറ്റവും സ്വീകരിച്ച ഒരു മോഡലാണ് ഷെൽ മോഡൽ എന്ന് പറയുന്നത്. ഏറ്റവും സ്വീകാര്യമായ മോഡലാണ് ഷെൽ മോഡൽ. ആവിഷ്കരിച്ച സയന്റിസ്റ്റാണ് നീൽസ് ബോർ. അദ്ദേഹമാണ് അറ്റോമിക് തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. അറ്റോമിക് തെർമോമീറ്റർ കണ്ടുപിടിച്ചാണ് നീൽസ് ബോർ ആണ്. നോക്കാം, നമ്മൾ പറഞ്ഞു ഊഷ്മാവ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന താപത്തിന്റെ അളവിന് പറഞ്ഞ പേരാണ് ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, താപനില എന്ന് പറയും. പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, താപനിലയുടെ യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ്. താപനിലയുടെ യൂണിറ്റ് ആണ് കെൽവിൻ. താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ഗലീലിയോ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചാണ് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. മെർക്കുറി തെർമോമീറ്റർ, ആൽക്കഹോൾ തെർമോമീറ്റർ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ഫാരൻഹീറ്റ്. ആരാണ്? ഫാരൻഹീറ്റ്. അറ്റോമിക് തെർമോമീറ്റർ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് നീൽസ് ബോർ. നമുക്കറിയാം, ആട്ടത്തിന്റെ ഷെൽ മോഡൽ ആവിഷ്കരിച്ച സയന്റിസ്റ്റ് ആണ് നീൽസ് ബോർ. ഏറ്റവും സ്വീകാര്യമായ മോഡലാണ് ഷെൽ മോഡൽ. ഓക്കെ, ഈ മെർക്കുറിക്ക് പറഞ്ഞ ലാറ്റിൻ നെയിമാണ് HG, അല്ലെങ്കിൽ ഹൈഡ്ര ജെറോം. ഓക്കെ, അപ്പോൾ ഊഷ്മാവ് പറഞ്ഞു. അപ്പോൾ ഉയർന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഉയർന്ന ഊഷ്മാവ്
അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഉയർന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് പൈറോളജി. ഉയർന്ന ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. സൂര്യന്റെ ബാഹ്യഭാഗ ഊഷ്മാവായ 5500 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അളക്കാൻ ഏത് ഉപയോഗിക്കുന്നുണ്ട്? പൈറോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. 5500 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. അപ്പോൾ ഉയർന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് പൈറോളജി. അപ്പോൾ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ. താപത്തെക്കുറിച്ചും ഊഷ്മാവിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഉയർന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഉയർന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് പൈറോളജി. സൂര്യന്റെ ബാഹ്യഭാഗ ഊഷ്മാവ് നമുക്കറിയാം, ഇതാണ് 5500 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് ബാഹ്യഭാഗ ഊഷ്മാവ് ഏകദേശം പറഞ്ഞത്, അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ആ ഊഷ്മാവൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. അപ്പോൾ ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ. നോക്കുക, നമ്മൾ പറഞ്ഞത് താപം, അതുപോലെ ഊഷ്മാവ്, ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിനുള്ള 3 സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. ഊഷ്മാവ് അളക്കുന്ന 3 സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. നെഗറ്റീവ് മൂല്യം കാണിക്കാത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. നെഗറ്റീവ് മൂല്യം കാണിക്കാത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. നോക്കാം, ഊഷ്മാവ് അളക്കുന്ന 3 സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. നെഗറ്റീവ് മൂല്യം കാണിക്കാത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. കെൽവിനിൽ 0 എന്ന് പറഞ്ഞാൽ അത് അവസാനമാണ്. അതാണ് നേരത്തെ പറഞ്ഞത് എന്താണ്? ആബ്സല്യൂട്ട് 0. അപ്പോൾ നെഗറ്റീവ് മൂല്യം കാണിക്കാത്ത സ്കെയിലാണ് പറഞ്ഞത് കെൽവിൻ സ്കെയിൽ. കെൽവിൻ 0 എന്ന് പറഞ്ഞാൽ അവിടെ താപം എന്ന സംഭവമില്ല. അപ്പോൾ -40 കേട്ടിട്ടുണ്ടോ? -40. ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് -40. ശ്രദ്ധിക്കുക, ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് -40. -40 ഡിഗ്രി സെൽഷ്യസ് വന്നാൽ അത് തന്നെയായിരിക്കും -40 ഫാരൻഹീറ്റ്. രണ്ടും ഒരേ മൂല്യമാണ് ഈ ഒരു ഊഷ്മാവിൽ. -40 എത്തിയാൽ ഫാരൻഹീറ്റ് തന്നെയായിരിക്കും -40 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ 574.25 ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് 574.25. -40 എന്ന് പറഞ്ഞാൽ ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് -40. ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് 574.25, 574.25. നോക്കുക, കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്നില്ല. ശ്രദ്ധിക്കുക, ഒരേ മൂല്യം കാണിക്കാത്ത 2 സ്കെയിലുകളാണ് കെൽവിൻ സ്കെയിൽ ആൻഡ് സെൽഷ്യസ് സ്കെയിൽ. നമ്മൾ പറഞ്ഞു സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ ആൻഡ് കെൽവിൻ സ്കെയിൽ. നെഗറ്റീവ് മൂല്യം കാണിക്കാത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. കെൽവിൻ 0 എന്ന് പറഞ്ഞാൽ അവിടെ താപം ഇല്ല എന്നർത്ഥം. ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് -40. പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഏതാണത്? -40 ആണ്. ഇനി കെൽവിൻ സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് 574.25, 574.25 എത്തിയാൽ അതിൽ ഫാരൻഹീറ്റും അത് തന്നെയായിരിക്കും, കെൽവിനിലും ഒരേ റീഡിംഗ് ആയിരിക്കും. പക്ഷേ സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്നില്ല എപ്പോഴും. റെഡി? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താപത്തെക്കുറിച്ചും ഊഷ്മാവിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്റ്റാണ് കൺവേർഷൻ.
നമുക്കറിയാം ഇപ്പോൾ പൊതുവെ പറഞ്ഞിട്ടുണ്ട് 0°C സമാനമായ ഫാരൻഹീറ്റ് കാണുക പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് ആ ഫോർമുല കൺവേർഷൻ പലപ്പോഴും എക്സാം ചോദിക്കാറുണ്ട്. നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് 102 ഫാരൻഹീറ്റ് ആണ്. 102 ഫാരൻഹീറ്റ് എത്ര °C ആണ് നമുക്ക് അറിയണമെങ്കിൽ ഈ കൺവേർഷൻ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ ബോഡി ടെമ്പറേച്ചർ നമുക്കറിയാം 36.9°C അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി പറഞ്ഞത് 37 ആണ് പറഞ്ഞത്. അപ്പോൾ 37°C എത്ര ഡിഗ്രി കൂടി എന്ന് അറിയണമെങ്കിൽ ആ ഫാരൻഹീറ്റ് ഡോക്ടർ പറഞ്ഞ ഫാരൻഹീറ്റിനെ നമ്മൾ സെൽഷ്യസിലേക്ക് മാറണം. അതിനു വേണ്ട ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, സാധാരണ സെൽഷ്യസ് ഈക്വൽ ടു F minus 32 into 5/9. ഫാരൻഹീറ്റ് തന്നാൽ അത് നമുക്ക് സെൽഷ്യസിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എഴുതാം. അതുപോലെ ഇനി ഫാരൻഹീറ്റ് ഈക്വൽ ടു സെൽഷ്യസ് ഇൻറ്റു നമുക്കറിയാം ഇങ്ങോട്ട് വരുമ്പോൾ 9/5 വിൽക്രമം അല്ലേ, -32 ഇപ്പോൾ വരുമ്പോൾ എന്താണ് +32. സെൽഷ്യസ് തന്നാൽ ഫാരൻഹീറ്റ് കാണാം. ഇനി കെൽവിൻ തന്നാൽ സെൽഷ്യസ് തന്നാൽ അത് കെൽവിനിലേക്ക് മാറ്റണം. C + 273.15. ഇനി C സമം ഇപ്പുറം വന്നാൽ K - 273.15. നോക്കണം, C സമം F minus 32 into 5/9. F minus 32 into 5/9. F സമം C into 9/5 plus 32. K സമം C plus 273.15. C സമം K minus 273.15. ഇവിടെ ലാസ്റ്റ് നമ്മളൊരു പറഞ്ഞ കാര്യമുണ്ട്, C സമം K minus 273.15. നോക്കുക, ആബ്സൊല്യൂട്ട് 0 നമ്മൾ പറഞ്ഞില്ലേ, ആബ്സൊല്യൂട്ട് 0. കെൽവിൻ 0 ആയി, എന്തായി -273.15 ഇല്ലേ, എന്തായി -273.15 വന്നില്ലേ. ഇത് തന്നെയാണെന്ന് ആബ്സൊല്യൂട്ട് 0. ദാറ്റ് ഈസ് ആബ്സൊല്യൂട്ട് 0°C ഇല്ലേ, കൺവേർട്ട് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഡോക്ടർ പറയുകയാണ് 102 ഫാരൻഹീറ്റ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇല്ലേ. ഈ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. C സമം F minus 32 into 5/9 F 102 minus 32 into 5/9. 102 32 പോയാൽ നമുക്കറിയാം 70. 70 into 5 ഡിവൈഡ് ബൈ 9 ആണ്. 70 into 5 350 ഹരിക്കണം 9. 35 നോക്കാം, 39 27 വന്നു. ബാക്കി നമുക്ക് കിട്ടുന്നത് 8. 80 8 72 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എടുത്താൽ പോയിന്റ് വരും, വീണ്ടും 8 ആണ്. അപ്പോൾ 8 അപ്പം ആൻസർ വരുന്നത് എന്താണ്, 38.88°C ആണ്. അപ്രോക്സിമേറ്റ്ലി 39. നമുക്കറിയാം 2°C ആണ് കൂടിയത്. 2°C എന്ന് പറഞ്ഞാൽ നല്ല കൂടുതലാണ് കൂടുന്നത്. നല്ലൊരു ബോഡി ടെമ്പറേച്ചർ നല്ല രീതിയിൽ ഇൻക്രീസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ കൺവേർഷൻ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓരോന്നും ഇതുപോലെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ LDC ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ജലം ഐസാകുന്ന ഊഷ്മാവ് എത്രയാണ്? 0°C ആണ്. ഫാരൻഹീറ്റ് പറയുമ്പോൾ എന്തായി, ഇവിടെ 0° വന്നാൽ ഇത് ഇവിടെ 0 കൊടുത്തു ഇല്ലേ, ഇവിടെ 0 കൊടുത്താൽ ഇത് 0 ആയി. 0 + 32 ഫാരൻഹീറ്റ്. ഉത്തരം തോന്നുന്നു 32 ഫാരൻഹീറ്റ്. 0°. 0 ഇവിടെ കൊടുത്തപ്പോൾ എന്താ ഈ ടോട്ടൽ നമുക്ക് 0 ആയി. 0 + 32 എന്താണ് 32 ഫാരൻഹീറ്റ്. റെഡി. അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കൺവേർഷൻ ഈസിയായി ചെയ്യാൻ പറ്റും. റെഡി. അപ്പോൾ കൺവേർഷനിൽ പറയണത് C = F - 32 into 5/9. F = C into 9/5 plus 32. ഇത് 2. ഓക്കെ. K സമം C plus 273.15 അത് 3. C = K minus 273.15 അതെന്താണ് 4.
നമുക്കിവിടെ ഓരോന്നും ചെയ്ത് പഠിക്കാൻ പറ്റും. ആബ്സൊല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ കെൽവിൻ സീറോ എന്താണ് അത് ആബ്സൊല്യൂട്ട് സീറോ ആയി, അത് -273.15 ആണ് ആബ്സൊല്യൂട്ട് സീറോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു താപം. താപം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജമാണ് താപം. അതിലെ ചലനം ഗതികോർജ്ജം നിലയ്ക്കാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ആബ്സൊല്യൂട്ട് സീറോ. ആബ്സൊല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ -273.15 തന്നെയാണ്. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. താപത്തിന്റെ യൂണിറ്റ് ആണ് ജൂൾ. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ് താപം ഊർജ്ജമാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് താപത്തിന് യൂണിറ്റ് ജൂൾ കൊടുത്തു. CGS യൂണിറ്റ് മീൻസ് ദാറ്റ് ഇസ് പ്രീവിയസ് യൂണിറ്റ്. CGS യൂണിറ്റ് ആണ് കലോറിയാണ്. താപത്തിന്റെ CGS യൂണിറ്റ് ആണ് കലോറി. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ. ഒരു കലോറിക്ക് പറഞ്ഞ ഡെഫിനിഷൻ ആണ് 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് 1 കലോറി. താപം അളക്കുന്ന ഉപകരണമാണ് കലോറിമീറ്റർ. പക്ഷേ ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന താപത്തിന്റെ അളവ് അല്ലെങ്കിൽ താപനിലയ്ക്ക് പറഞ്ഞ പേരാണ് ഊഷ്മാവ്. ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ഊഷ്മാവിന്റെ യൂണിറ്റ് ആണ് കെൽവിൻ. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. മെർക്കുറി ആൽക്കഹോൾ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരഹീറ്റ് ആണ്. അറ്റോമിക് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് നീൽസ് ബോർ. അറ്റോമിക് തെർമോമീറ്റർ കണ്ടുപിടിച്ചതാണ് നീൽസ് ബോർ ആണ്. നമുക്കറിയാം ആറ്റത്തിന്റെ ഷെൽ മോഡൽ ആവിഷ്കരിച്ച സയന്റിസ്റ്റ് ആണ് നീൽസ് ബോർ. ഏറ്റവും സ്വീകാര്യമായ മോഡലാണ് ഷെൽ മോഡൽ. ഇനി ഉയർന്ന ഊഷ്മാവ് അളക്കുന്ന ഉപകരണം പൈറോമീറ്റർ. സൂര്യന്റെ ബാഹ്യ ഭാഗ ഊഷ്മാവൊക്കെ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഉയർന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് പൈറോളജി. താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. താഴ്ന്ന ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ. ഊഷ്മാവ് അളക്കുന്നതിനുള്ള 3 സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, ഫാരഹീറ്റ് സ്കെയിൽ, അതുപോലെ കെൽവിൻ സ്കെയിൽ. നെഗറ്റീവ് മൂല്യം കാണിക്കാത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. സെൽഷ്യസ് സ്കെയിലും ഫാരഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -40 ആണ്. ഫാരഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25 ആണ്. കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഒരിക്കലും ഒരേ മൂല്യം കാണിക്കുന്നില്ല. ഫോർമുല നമ്മൾ പറഞ്ഞ കാര്യമാണ് C = F-32 × 5/9, F = C × 9/5 + 32, K = C + 273.15, C = K - 273.15.